ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൻ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഇറ്റാലിയൻ സാലഡാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാലഡാട്ടോ, നല്ല ഹെൽത്തിയുമാണ്. നമുക്ക് പൊതുവേ കഴിക്കാൻ മടിയായിരിക്കും എല്ലാവർക്കും ഈ ക്യാപ്സിക്കം ഒക്കെ. അപ്പോൾ അത് നമ്മുടെ സ്കിന്നിനൊക്കെ ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നതാണ്. പിന്നെ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാലഡാട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിന് മുൻപായി നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷനും പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് സാലഡ് റെസിപ്പിയിലോട്ട് പോവാം. ഞാനിതിനു വേണ്ടി 2 സാലഡ് കുക്കുംബറാണ് എടുത്തത്. ഇതിൻ്റെ തൊലി കളഞ്ഞ ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ പീസായിട്ട് തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തത്, സാധാരണ സാലഡിനേക്കാളും. പിന്നെ നമുക്ക് വേണ്ടത് ക്യാപ്സിക്കം ആണ്. അത് 3 കളറിലും ഞാൻ എടുത്തിട്ടുണ്ട്. മഞ്ഞയും ചുവപ്പും പച്ചയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണോ അവൈലബിൾ ആയിട്ട് കിട്ടുന്നതെന്ന് വെച്ചാൽ അതെടുക്കുക. ഞാനിപ്പോൾ കുറച്ച് കളർഫുൾ ആക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ എടുത്തത്. പിന്നെ തക്കാളി, അതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞ ശേഷമാണ് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തത്. ഇതും കുറച്ച് വലിയ പീസായിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇതോടെ ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കുരു കളയാൻ ശ്രമിക്കണം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് സവാള ആണ്. അപ്പോൾ ഇതും വലിയ പീസായിട്ട് ഇതുപോലെ ഓരോ ഇതളായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്ക്വയർ പീസായിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒരു ഡ്രസ്സിങ് ആണ് വേണ്ടത്. അതിനുവേണ്ടി ഞാൻ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ വിനാഗിരി, ചെറിയ സ്പൂണിലാട്ടോ വിനാഗിരി എടുത്തത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതാണ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഒറിഗാനോ. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഈ സാലഡിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിനുശേഷം മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിതിൽ ഒരു കാര്യം കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ലാസ്റ്റിൽ ചേർത്ത് കൊടുക്കാം. ആദ്യം ഈ സാലഡൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സാലഡ് ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചീസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഞാൻ ക്യൂബ്സ് ആക്കിയിട്ടാണ് ചീസ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ചീസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. അവരവർക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള ചീസ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത് ഫെത്ത ചീസാണ്. അപ്പോൾ ഇത് ഞാൻ അൽമറായുടെ ചീസാണ് യൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ചീസാണോ ഇഷ്ടമുള്ളത്, ഏത് കമ്പനിയിലാണോ ഇഷ്ടമുള്ളത് അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ചീസ് ചേർത്ത ശേഷം അധികം മിക്സ് ചെയ്യാതിരിക്കുക, കാരണം ആ ചീസെല്ലാം കൂടെ ഉടഞ്ഞ് മിക്സായി പോവും. അപ്പോൾ അതുകൊണ്ട് ചീസ് ചേർത്താൽ എല്ലാം മിക്സ് ചെയ്ത ശേഷം മാത്രം ഒന്ന് ചീസ് ക്യൂബ്സാക്കി ഇതുപോലെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ മുമ്പ് കുറച്ച് വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഡിൽ ലീവ്സ്. അപ്പോൾ അതുണ്ടെങ്കിൽ അതും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഒലീവ്സ് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡാണ്. അപ്പോൾ ഞാനിതൊന്ന് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടൊന്ന് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ചീസിന് പകരമായിട്ട് നമുക്ക് ഹല്ലും ചീസ് വാങ്ങിക്കാൻ കിട്ടും ഇവിടെ. അപ്പോൾ ഹല്ലും ചീസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതാകുമ്പോൾ പിന്നെ നമ്മൾ എത്ര മിക്സ് ചെയ്താലും ഇതുപോലെ ഇങ്ങനെ സാലഡിൻ്റെ കൂടെ മിക്സായി വരില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ കോമ്പറ്റീഷൻ, ഞാൻ അതിൻ്റെ കാര്യം അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിലും പങ്കെടുക്കുക. അതിലും നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു സാലഡാണിത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൻ.